വിനയ് ബ്രോ നമസ്കാരം. കഴിഞ്ഞ നമസ്കാരം. ദിവസം നമ്മുടെ കുവൈറ്റില് അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായല്ലോ. അതെ, അതെ. 50 പേരാണ് മരണമടഞ്ഞത്. 50 പേരിൽ ഇന്ത്യക്കാര്, ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരാണ്. 24 മലയാളികളുണ്ട്. കഴിഞ്ഞ ദിവസം വളരെ ഹൃദയവേദനയുള്ളൊരു സംഭവമായിരുന്നു. കാരണം പല ആൾക്കാരും പോയിട്ട് ഒരാഴ്ചയൊക്കെ ഉം. ആവുന്നുള്ളൂ. ഇപ്പൊ തൃശ്ശൂർ അതെ, തന്നെ അതെ. ചാവക്കാടുള്ള ഒരു വ്യക്തി തന്നെ പോയിട്ട് വീട് വെക്കാനായിട്ട് പോയതാണ്. വീടിന് സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മുമ്പിൽ അവരുടെ ബന്ധുക്കൾ സഹായം അഭ്യർത്ഥിക്കുന്നത് കണ്ടു. സുരേഷ് ഗോപി അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന വാഗ്ദാനമൊക്കെ നൽകിയിട്ടുണ്ട്. വാർത്തയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നത്? അതായത് കുവൈറ്റിൽ അഹ് ഇതെങ്ങനെയാണ് സംഭവിച്ചത്? കാരണം ഞാനിത് ചോദിക്കാനുള്ള കാരണം, നമ്മൾ ഈ പ്രവാസികളെ കുറിച്ച് സംസാരിക്കുമ്പോഴും പ്രവാസികളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും എല്ലാം ഈ ആ, വലിയ രീതിയിലുള്ള എന്താ പറയുക, ഇത്തരത്തിലുള്ള മെസ്സപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. ഈ ഗ്യാസിന് തീ പിടിക്കുക, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുക, ഇത്ര വലിയ ഉം. രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ വളരെ കുറവായിട്ട് മാത്രമേ ഈ ഗൾഫ് കൺട്രീസിൽ സംഭവിക്കാറുള്ളൂ എന്ന് പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഗ്യാസിന് തീ പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഉം. ഗ്യാസ് പൊട്ടിത്തെറിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇട്ടതിന്റെ താഴെ ഉം. വന്ന ബഹുഭൂരിപക്ഷം പ്രവാസികളുടെ കമന്റ് എന്ന് പറയുന്നത്, കാരണം ഇത് പ്രവാസി ലോകം കാണുമല്ലോ, അതെ, അതെ. പ്രവാസികളുടെ കമന്റ് എന്ന് പറയുന്നത്, അങ്ങനെ നമ്മുടെ ഇവിടെ സംഭവിക്കാറില്ല. അതായത് UAE പോലെയുള്ള, കുവൈറ്റ് പോലെയുള്ള, ഖത്തർ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെ സംഭവിക്കാറില്ല എന്നാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ ഉം. ഉം. കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായപ്പോൾ ചില മാധ്യമങ്ങൾ പറഞ്ഞത് ഇത് ഗ്യാസിന് തീ പിടിച്ചതാണ്, പിന്നീട് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണം എന്നൊക്കെ പറയുന്നു. അപ്പൊ എന്താണ് നമ്മൾ പ്രവാസികൾക്ക് അവിടെയുള്ള സുരക്ഷ എന്ന് പറയുന്നത്? ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുവൈറ്റിൽ ഉം, സംഭവിച്ചത് ശരിക്കും പറഞ്ഞാല് ഇതൊരു വലിയ ബിൽഡിംഗ് ആണ്. ശരിക്കും ഉം, ഗൾഫിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഉം, കൂടുതലും പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത്. ഉം, നമ്പേഴ്സ് കൂടുതൽ, ബാക്കിയെല്ലാം ചെറിയ ചെറിയ സ്ഥാപനങ്ങളായിരിക്കും, അവിടെ ആളുകൾ കുറവായിരിക്കും. അപ്പോൾ കൺസ്ട്രക്ഷൻ ഉം, മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും താമസിക്കുന്നത് പോർട്ടബിൾ ക്യാബിൻ എന്ന് പറഞ്ഞൊരു ഒരു സിസ്റ്റത്തിലാണ്. ഞാനൊരു പ്രവാസി ആയിരുന്നതുകൊണ്ട്, 10-16 വർഷം പ്രവാസി ഉം, ആയിരുന്നുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. ഈ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ ഞാൻ ഇതിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്. പോർട്ടബിൾ ക്യാബിൻ എന്ന് പറഞ്ഞ ക്യാബിനുകളിലാണ് സാധാരണയായിട്ടുള്ള ഈ ലേബേഴ്സ് കൂടുതൽ താമസിക്കുന്നത്. ലേബർ ഉം, കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ കൂടുതൽ താമസിക്കുന്നത്. അപ്പൊ അവിടെ ശരിക്കും ഇവിടുത്തെ നിയമപ്രകാരം ഒരു പോർട്ടബിൾ ക്യാബിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തെർമോകോള്, തടി ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. ഈ ഇവിടുത്തെ ഉം, ചൂടും ഇവിടുത്തെ ഈ പറയുന്ന പോലെ പെട്ടെന്ന് തീ പിടിക്കുന്ന എന്തൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അപകടം ഉണ്ടായി ഒരുപാട് ആളുകൾ മരിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഈ പോർട്ടബിൾ ക്യാബിനുകൾ എന്ന് പറയുന്നത്. ഉം, പക്ഷേ കുവൈറ്റ്, ദുബായ്, ബഹ്റൈൻ പോലെയുള്ള സ്ഥലങ്ങളിൽ, ചെറിയ രാജ്യങ്ങളിൽ ഈ പോർട്ടബിൾ ക്യാബിൻ അത്രയും അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ ഇന്നലെ അപകടം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് നല്ലൊരു കൺസ്ട്രക്ഷൻ ചെയ്ത നല്ലൊരു ബിൽഡിംഗ് ആണ്. ഉം, അത്രയും ഒരു സാധാരണ ഒരു ഫ്ലാറ്റ് പോലെയുള്ള, നമ്മുടെ നാട്ടിലെ ഫ്ലാറ്റ് സമുച്ചയം പോലുള്ള ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൽ ഉം, തീ പിടിച്ചത് കൊണ്ടാണ് ഇത്രയും മരണം കുറഞ്ഞത്. അപ്പൊ എന്നെ ഉം. ഭയപ്പെടുത്തുന്നത് ഇതേപോലൊരു സിറ്റുവേഷൻ ഈ പോർട്ടബിൾ ക്യാബിൻ പോലെയുള്ള വലിയ വലിയ ആള് 1000, 2000, 3000 ആളുകളൊക്കെ താമസിക്കുന്ന ക്യാബിനുകളിലൊക്കെ ഒരു പോർട്ടബിൾ ക്യാബിന് തീ പിടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ അപകടമായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഈ പോർട്ടബിൾ ഗൾഫ് ക്യാബിൻ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ് സ്പേസ് അത്ര മാത്രമേ ഉള്ളൂ? അല്ലല്ല അല്ല ഒരു പോർട്ടബിൾ ക്യാബിൻ ഉം, എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഹാള് പോലെയുള്ള റൂമുകളായിരിക്കും ഉം, ലേബേഴ്സിന് ഉം, താമസിക്കാൻ. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഉം, 4 പേര് താമസിക്കാൻ പാടുള്ളതാണ് നിയമം. പക്ഷെ ഉം, ഈ പറയുന്ന മുതലാളിമാരുടെ ഇതുകൊണ്ട് ഒരു പോർട്ടബിൾ ക്യാബിനകത്ത് 20ഉം 25ഉം ആളുകൾ വരെ താമസിക്കുന്ന റൂമുകളുണ്ട്. വളരെ കൺജസ്റ്റഡ് ഓ, ആയിട്ടുള്ള ഒരു ഡബിൾ കോട്ട് ബെഡുകളിനകത്ത് താഴെ ഒരാൾ, ഉം, മുകളിൽ ഒരാൾ. അത് മാത്രമാണ് അവരുടെ സ്പേസ്. നമ്മൾ വിചാരിക്കുന്നത് അത്ര മനോഹരമായ ലൈഫ് അല്ല ഗൾഫ് എന്ന് പറയുന്നത്. ഞാൻ ഉം, പറഞ്ഞില്ലേ, ഉം, അതായത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ നാട്ടില് ഒരു സാധാരണ മേസൺ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നാട്ടിൽ കിട്ടുന്ന ശമ്പളത്തിന്റെ അത്രയും ശമ്പളമേ ഇവിടെയും കിട്ടുന്നുള്ളൂ. പക്ഷെ നാട്ടിൽ ഉം, ചെയ്യുന്നതിന്റെ ഇരട്ടി സമയം അവരോട് ജോലി ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നാട്ടിൽ വരുമ്പോൾ ഗൾഫുകാരെന്നുള്ള ഒരു ഇമേജിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മാസം ഒരുമിച്ച് ശമ്പളം കിട്ടുന്നത് കൊണ്ട് അവന്റെ വീട്ടിൽ ഒരു ഉപകാരപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് ഉം, പല ആൾക്കാരും ഗൾഫിനെ സമീപിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്കെല്ലാം ഇതിനെക്കാട്ടും കൂടുതൽ ശമ്പളം നാട്ടിൽ കിട്ടും. ഉം, വല്ലാത്തൊരു അവസ്ഥയാണ്. ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരുപാടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ ഉം, ഒരു പോർട്ടബിൾ ക്യാബിൻ എന്ന് പറയുന്നത് ഒരു ഹോള് പോലുള്ള സ്ഥലമായിരിക്കും. ഈ ഹോളിനകത്ത് അടിവശം പ്ലൈവുഡ് ആണ്, ചുറ്റുമുള്ളത് ഉം, തെർമോകോള് കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളാണ്. മനസ്സിലായില്ലേ? ഉം, എല്ലാം തടിയാണ് ഫുള്ള് കംപ്ലീറ്റ്. ജസ്റ്റ് ഒരു ഉം, സ്പാർക്ക് ഉണ്ടായാൽ തന്നെ വളരെ പെട്ടെന്ന് തീ പിടിക്കും. പക്ഷെ ഉം, ഈ ഗൾഫ് പോലുള്ള സ്ഥലമായതുകൊണ്ട് സേഫ്റ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും ഈ പോർട്ടബിൾ ക്യാബിനുകളിൽ കുക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനവും അലൗഡ് ആയിരിക്കത്തില്ല. എല്ലാ ഉം, സേഫ്റ്റി ഓഫീസർമാരും ഇങ്ങനെ വീക്കിലി വന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഹീറ്റർ പോലും അവിടെ വെക്കാൻ നമ്മൾ അനുവദിക്കില്ല. നമ്മുടെ ഇലക്ട്രിക് ഹീറ്റർ ഉണ്ടല്ലോ, ഉം, ഇലക്ട്രിക് ഹീറ്റർ ഒക്കെ ഉം, അടിച്ചു കഴിഞ്ഞാൽ അത് വളരെ കുറ്റമാണ്. അയാളെ പിടിക്കുക, വാൺ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നത്. അപ്പൊ ഞാനിത് ഉം, പറഞ്ഞു വെച്ചാൽ, ഇന്നലെ കുവൈറ്റിലുണ്ടായ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ NBTC എന്ന് പറയുന്ന കമ്പനിയുടെ, ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ആ ഫ്ലാറ്റ് പോലെ താമസിക്കുന്നത് 196 ആളുകളാണ് ഉണ്ടായിരുന്നത്.
ശരിക്കും ഉം, 196 ഉം, ആളുകളെ അക്കോമഡേറ്റ് ചെയ്യിക്കാനുള്ള സ്പേസ് അവിടെ നിയമപ്രകാരം തെറ്റാണ്. ഉം, അത്രയും ആളുകളെ അവിടെ ഉം, ഉൾക്കൊള്ളിക്കാൻ പാടില്ല. ഒരു റൂമിൽ 2, 3, 4 സിംഗിൾ റൂം അങ്ങനെ ഓരോ കണക്കുകളുണ്ട്. അപ്പൊ അത് ഉം. കമ്പനി പാലിക്കാതെ അതിൽ കൂടുതൽ ആളുകളെ അവിടെ ഉൾക്കൊള്ളിച്ചിരുന്നു എന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഉം. എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിൽ കിച്ചൺ ഇല്ല, ഓ. മനസ്സിലായോ? അതായത് കുക്ക് ചെയ്യാൻ അലൗഡ് അല്ല. പുറത്തുനിന്ന് മെസ്സ് ഇന്ന് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നതാണ് കമ്പനിയുടെ സിസ്റ്റം. അപ്പൊ അവിടെ ഉം, ഉം, കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നത് ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ. അതിന്റെ കെയർ ടേക്കർ അല്ലെങ്കിൽ അതിന്റെ ക്യാമ്പോസ് എന്ന് പറയുന്ന ഒരാൾ മാത്രമേ കുക്ക് ഉം, ചെയ്ത് ഉം, ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഉം, അപ്പൊ ഉം, അയാളുടെ കസ്റ്റഡിയിൽ മാത്രമേ ഗ്യാസ് സിലിണ്ടറും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. ഉം, അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഏറ്റവും ആദ്യം പറഞ്ഞൊരു സംഭവമാണ് ഷോർട്ട് സർക്യൂട്ട്. എന്ത് അപകടം ഉണ്ടായാലും ഉം, ഉം. എന്തെങ്കിലും ദുരൂഹത അതെ ഉണ്ടെങ്കിൽ അതെ അതിനെ ഷോർട്ട് സർക്യൂട്ട് ഇട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാവപ്പെട്ട ഇലക്ട്രിസിറ്റിയുടെ പുറത്തിട്ടുള്ളൂ. ഷോർട്ട് സർക്യൂട്ട് എന്ന് അതെ പറഞ്ഞ് അതെ അതെ. രക്ഷപ്പെടാൻ പറ്റും. ഉം. അത് ശരിക്കും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പല തീപിടുത്തങ്ങളുടെയും അടിസ്ഥാന കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല. യഥാർത്ഥ കാരണം കണ്ടുപിടിച്ചതിന് ശേഷം ഷോർട്ട് സർക്യൂട്ടിന്റെ മുകളിൽ ചാരി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഗൾഫ് അതിൽ പോലുള്ള വേറൊരു പ്രശ്നം സ്ഥലങ്ങളിൽ കൂടെ ഉണ്ട്. അതായത് വലിയ നമ്മളെ ഇവിടെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും വലിയ വലിയ ഈ കമ്പനികള് അവരുടെ കമ്പനിയുടെ ഇൻഷുറൻസ് പുതുക്കാൻ സമയമാകുമ്പോൾ മുഴുവനായിട്ട് കത്തിച്ചു കളഞ്ഞിട്ട് ഷോർട്ട് സർക്യൂട്ടിന്റെ തലയെ കൊണ്ടിട്ടിട്ട് ഇൻഷുറൻസ് തട്ടിപ്പ് നടത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൂടെ ഉണ്ട് പറഞ്ഞത് ഉണ്ട് അത് എളുപ്പമാണ്. അതെ അതെ അതെ. അപ്പൊ ഇവിടെ ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് വളരെ കുറച്ച് സംഭവിക്കുന്ന സ്ഥലമാണ് ഗൾഫ്. കാരണം പ്രത്യേകിച്ചും ഈ ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ബിൽഡിംഗിൽ ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ അത്രത്തോളം ഇൻസ്പെക്ഷൻ നടത്തി കൃത്യമായിട്ടുള്ള ELCB കാരണം ഈ ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രിപ്പ് ആവാനും ഫ്യൂസ് കത്തിപ്പോവുക, മാക്സിമം പാനൽ കത്തിപ്പോവുക, അതിനപ്പുറത്തേക്ക് ബിൽഡിങ്ങിലേക്ക് തീ പിടിക്കുന്ന ഒരു സിസ്റ്റം ഗൾഫിൽ പ്രത്യേകിച്ച് ഉണ്ടാകാറില്ല. മനസ്സിലായി? നമുക്ക് ലൈസൻസ് കിട്ടി, ഒരു ബിൽഡിങ്ങിന്റെ ലൈസൻസ് കിട്ടിയതിന് ശേഷം അഡീഷണൽ മോഡിഫിക്കേഷൻ വരുത്തിയ ഇങ്ങനെ ജോയിന്റുകൾ കൊടുത്ത്, മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങനെ ഉം, പോകുമ്പോഴാണ് ഈ ഷോർട്ട് സർക്യൂട്ടിനൊക്കെ ഒരു ഉണ്ടാവുന്നത്. അല്ലാതെ ഒരു ഓവർലോഡ് അങ്ങനെ ആയാൽ പോലും ആ പാനൽ ബോർഡിൽ കൂടുതൽ വലിയൊരു അപകടത്തിലേക്ക് അങ്ങനെ ഉം, അങ്ങനെ സംഭവിക്കാറില്ല. പിന്നെ ഗ്യാസിന്റെ തീപിടുത്തം എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഗൾഫിലെ പ്രത്യേകിച്ചും കുറച്ചുകൂടെ സേഫ്റ്റി കൂടുതലുള്ള സ്ഥലമാണ് ഗൾഫ് തന്നെ. അപ്പൊ അവിടുത്തെ ഈ ഗ്യാസ് സിലിണ്ടറിന് NRV ഉണ്ട്. അത് കാരണം തിരിച്ച് ഉം, സിലിണ്ടറിലേക്ക് ഗ്യാസ് തിരികെ പോയിട്ട് ഗ്യാസ് പൊട്ടിത്തെറിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാകാറില്ല. ഗൾഫിൽ ഉം, കൂടുതൽ തീ പിടിക്കുന്ന 2 സാഹചര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. ഒന്നെന്ന് പറഞ്ഞാൽ ഉം, AC കണ്ടിന്യൂസ് ആയിട്ട് ചൂട് കൂടുമ്പോൾ AC ഇടുന്നത് കൊണ്ട് AC യിൽ നിന്ന് തീ പിടിച്ച് അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഒന്നുണ്ട്. ഉം, അതിനെ ഉം, ആയിരിക്കും ഈ ഷോർട്ട് ഉം, സർക്യൂട്ട് എന്ന് പറയുന്നത്. രണ്ടാമത് ഉം, കൂടുതൽ ഉണ്ടാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ ഉം, ലേബർ കാറ്റഗറി ആളുകൾ ജോലി ചെയ്തിട്ട് വീട്ടിൽ ഇപ്പം രാത്രി ജോലി ചെയ്തിട്ട് പകല് റൂമിൽ വിശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പൊ ഉം, അങ്ങനെയുള്ളവരൊക്കെ ആഹ് അലക്ഷ്യമായിട്ട് കിച്ചണിൽ ഇപ്പം പറഞ്ഞില്ല, ഇപ്പൊ നമ്മള് ആ ബിൽഡിങ്ങിൽ കിച്ചൺ അലൗഡ് അല്ലെങ്കിൽ പോലും ഈ ഉം, ഇലക്ട്രിക് ഹീറ്ററും മറ്റു കാര്യങ്ങളൊക്കെ അനധികൃതമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഉം, അപ്പൊ ഉം, അവര് ഉം, കുക്ക് ചെയ്തിട്ട് അലക്ഷ്യമായിട്ട് വെച്ചിട്ട് ചിലപ്പോൾ മദ്യപിച്ചിട്ടൊക്കെ ആയിരിക്കും കിടന്നുറങ്ങുകയും ഇത് ഉം, തീ പടർന്ന് പിടിക്കുകയും അങ്ങനെ സംഭവിക്കുന്ന ഉം, സംഭവങ്ങളാണ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇപ്പൊ ഇതിനകത്ത് നിന്ന് ഉം. മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കെയർ ടേക്കർ മറ്റ് ബിൽഡിങ്ങുകളിലേക്ക് കൊടുക്കാനും ഫ്ളാറ്റുകളിലേക്ക് കൊടുക്കാനായിട്ടൊക്കെ 10-15 സിലിണ്ടറുകൾ ഇയാൾ സ്റ്റോക്ക് ചെയ്തിരുന്നു. ഈ കെയർ ഓ. ടേക്കർമാർക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഫ്ളാറ്റുകളിൽ ഉം, സിലിണ്ടർ കൊടുക്കും. അതായത് ഒരു സിലിണ്ടർ നമ്മൾ ഉം, പുറത്ത് വാങ്ങിക്കാൻ 3 റിയാൽ ആകുവാണെങ്കിൽ ഉം, അത് ഉം, ഒരു 3.5 റിയാലോ 4 റിയാലോ കൊടുത്തിട്ട് ഈ കെയർ ടേക്കർ കൊണ്ടുവന്ന് ഉം, എല്ലാ ഫ്ളാറ്റിലും കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ട് പൈസ മേടിക്കാം. ഉം, അപ്പോൾ ഉം, ഇയാളുടെ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പം ഉം, ഉം, അവിടെ കുക്ക് ചെയ്യാൻ പെർമിഷൻ ഉള്ള ഒരാൾ എന്ന് പറയുന്നത് ഈ കെയർ ടേക്കർ അല്ലെങ്കിൽ ക്യാമ്പോസ് എന്ന് പറയുന്ന ഉം, ആളാണ്. അപ്പം ഉം, ഉം, അയാളുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് ആണ്. കാരണം ഇത് അയാളുടെ ഉം, റൂം ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഉം, ഫ്ലോർ ഭാഗത്തു നിന്നാണ് തീ ആദ്യം ഉണ്ടായത് എന്ന് പറയുന്നത്. അപ്പൊ ഉം, അതുകൊണ്ട് ഉം, തീർച്ചയായിട്ടും അയാളുടെ ഭാഗത്തുണ്ടായ ഒരു മിസ്റ്റേക്ക് തന്നെ ആയിരിക്കണം. അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഉം, മനസ്സിലാക്കുന്നത്, അതിന്റെ കെയർ ടേക്കറെ വൃത്തിയാക്കുന്ന ഉം, ആളുകളെ. ഉം, ഉം, അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാല് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഗൾഫ് പോലെ ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ അപകടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉം, നമ്മുടെ നാട്ടിൽ ഇപ്പം ബംഗാളികൾ എന്ന പേരിൽ കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ജോലി ചെയ്യുന്നത് ഇതിനെക്കാട്ടിലും മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ്. ഇപ്പൊ ഉം, പെരുമ്പാവൂർ പോലുള്ള ഞാൻ ഈ പറഞ്ഞ പോർട്ടബിൾ ക്യാബിനെക്കാട്ടിലും മോശമായിട്ടുള്ള തടിപ്പുരകളിലാണ് ആളുകൾ കുത്തി നിറച്ച് താമസിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു ഉം, ഇൻസ്പെക്ഷനും ഇല്ല, ഹെൽത്ത് ചെക്കിംഗ് ഇല്ല, ഉം, ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉം, വളരെ രൂക്ഷമായ ഒരു അപകട സാധ്യത കേരളത്തിൽ നാളെ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ ഉം, ഗൾഫിലായതുകൊണ്ട് ഞാൻ പറയാം ഇത്രയും വലിയൊരു കെട്ടിടത്തിൽ പോലും പോർട്ടബിൾ ക്യാബിനോ ഉം, അല്ലെങ്കിൽ അധികം ഞാൻ പറയുന്ന ഇപ്പൊ നമ്മൾ കണ്ട 196 പേര് ആ ബിൽഡിംഗിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അത് അവിടുത്തെ നിയമപ്രകാരം തെറ്റാണെങ്കിൽ പോലും അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണ്. അതിന്റെയൊക്കെ ഉം. 2, 3, 4, 5 ഇരട്ടി ആളുകൾ താമസിക്കുന്ന രീതിയിലുള്ള ക്യാമ്പുകൾ ഗൾഫിലും ഉണ്ട്, നാട്ടിലും ഉണ്ട്. ശരി. ചേട്ടാ, അടുത്തൊരു ചോദ്യം. നമ്മുടെ ലോക കേരള സഭയിൽ ഈ പ്രവാസികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ലോക ഉം. കേരള പ്രാഞ്ചി സഭയായിട്ട് മാറുകയാണ് ഈ ലോക കേരള സഭ എന്ന് പറയുന്നത്. നമ്മുടെ സർക്കാർ എന്താണ് സത്യം പറഞ്ഞാൽ ഈ പ്രവാസികൾക്കായിട്ട് ലോക കേരള സഭയിൽ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെന്താണ് ഈ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്നത്? പിണറായി വിജയൻ അടക്കം കോവിഡ് സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും എന്റെ കാതിൽ ഇങ്ങനെ മുഴങ്ങുകയാണ്. അതായത്
അവിടെ നിന്ന് ജോലി വിട്ട് വരുന്ന ആൾക്കാർക്ക് 6 മാസത്തെ ശമ്പളം ഇവിടെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു ദുരന്തം അതെ, ഉണ്ടാകുമ്പോൾ മാത്രമാണോ നമ്മൾ പ്രവാസികളെ കുറിച്ച് ആലോചിക്കുന്നത്? ദുരന്തം ഉണ്ടാകുമ്പോൾ പോലും ഓർക്കാറില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായോ? ഉം, അതായത് ഈ ലോക കേരള സഭ ഇപ്പൊ ഉണ്ടാക്കിയിട്ട് മൂന്നാമത്തെ സമ്മേളനമാണെന്നാ മനസ്സിലാവുന്നത്. മൂന്നാമത്തെ സമ്മേളനം. ഉം, ശരിക്കും ഈ ഉം, ലോക കേരള സഭ എന്ന് പറയുന്ന സംഭവം കേരള സർക്കാർ ഉണ്ടാക്കിയത് ഉം, കേരളത്തിൽ അത്യാവശ്യം കേരളത്തിന് പുറത്തു പോയി പണം ഉണ്ടാക്കുന്ന ബിസിനസ്സുകാരുണ്ടല്ലോ, അവരുടെ ഒരു ഉം, ഉം, കൂട്ടായ്മ ഉം, സംഘടിപ്പിക്കണം. അവരുടെ ഒരു കൂട്ടായ്മ ഉം, ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ, പിരിവിനായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉം, തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്കായിരിക്കാം, അല്ലെങ്കിൽ ആ കൂട്ടായ്മ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും പ്രയോജനപ്പെടും. കേരളം എന്ന് വെച്ചാൽ നാടിനല്ല, അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാൻ ഉം, വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സഭ മാത്രമാണ് ഈ ഉം, ലോക കേരള സഭ. ശരിക്കും ഉം, പറഞ്ഞാൽ ലോക കേരള സഭ എന്ന് പറയുന്നത് പ്രവാസികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ പ്രവാസികളിൽ 90% ആളുകൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരായ ആളുകളാണ്. ഉം, വളരെ ഉം. തുച്ഛമായ ജോലിക്ക് 2 വർഷത്തിൽ ഒരിക്കൽ മാത്രം ലീവ് അലൗഡ് ആയിട്ടുള്ള, 2 വർഷത്തിൽ ഉം. ഒരിക്കൽ മാത്രം ലീവ് ആ, അത് അലൗഡ് അറിയാം. ആയിട്ടുള്ള വളരെ സാധാരണക്കാരായ ആളുകളാണ് 90% ആളുകൾ. അപ്പൊ ഈ ഉം, ആളുകളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഒരിടത്തും അഡ്രസ് ചെയ്യപ്പെടാറില്ല. ഉം, ഇപ്പം സത്യം പറഞ്ഞാല് ഉം. ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യൻ എംബസി പോലും ഈ ഇന്ത്യക്കാർക്ക് റീച്ചബിൾ ആകുന്നത്. ഓ. മനസ്സിലായില്ലേ? അതായത് ഇന്ത്യൻ മറ്റേത് നേരത്തെ ഇപ്പം ഞാൻ 2006 മുതൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഇന്ത്യൻ എംബസി എന്ന് ഉം, പറയുന്നത് ബിൽഡിംഗ് എവിടെയാണെന്ന് പോലും അറിയാൻ വയ്യാത്ത, ഇന്ത്യൻ എംബസിയൊക്കെ വളരെ കുറച്ച് ബിസിനസ്സുകാർക്ക് മാത്രം റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. ഒരു സാധാരണക്കാർക്ക് അങ്ങോട്ട് ഉം, ഉം, കയറാൻ പോലും പറ്റത്തില്ലായിരുന്നു. കാരണം എവിടെയാണെന്നും അറിയില്ല, ഉം, അങ്ങോട്ട് കയറ്റത്തും ഇല്ല. അങ്ങനെ ഒരുപാട് സെക്യൂരിറ്റി പോലും അകത്തോട്ട് കടത്തി വിടത്തില്ല. എന്തിനാ വന്നത്, എന്താണ് പ്രശ്നം, ഉം, ആർക്കെതിരെ പരാതി ഉം, കൊടുക്കാനാണ് ഉം, വന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉം, നമുക്കൊരു ഉം, ന്യായമായ ഒരു കാര്യം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമല്ല ഇന്ത്യൻ എംബസി. പക്ഷെ ഉം, സുഷമ ഉം. സ്വരാജ് വിദേശകാര്യമന്ത്രി ആയതിനു ശേഷമാണ് ഈ പ്രവാസികൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ഇതെങ്കിലും വന്നത്. ഇപ്പൊ ഞാൻ ഗതി എന്റെ ഒരു വന്നത്. അനുഭവം ഉം. പറയാം. ആ. 2014 ഈ ഉം, ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 2014 ഉം, ഫെബ്രുവരി മാസം എനിക്കൊരു അനുഭവം ഉം, ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഉം, ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അലക്ഷ്യമായിട്ട് ഡ്രൈവ് ചെയ്തതിന്റെ പേരിൽ എന്നെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചിട്ടു. അപ്പൊ ഞാൻ ഉം, അന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു 24 അവേഴ്സ് എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പൊ ആ സമയത്ത് ഉം, ആ, അവിടെ വെച്ച് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അയാൾക്കുണ്ടായ ഒരു ഉം, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പേരിൽ ഒരു കള്ളക്കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഉം, അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ലോക്കൽ ഒമാനി, അതായത് സോറി, ഉം, ഉം, അയാളുടെ ഉം, ഉം, സ്പോൺസറുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് അയാൾക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാള് ഉം, നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അയാളെ ഖത്തറിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് ഒമാനിൽ കൊണ്ടുവന്ന് ഉം, ജയിലിൽ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ എനിക്ക് അവിടെ വെച്ച് ഉം, പരിചയപ്പെടാൻ പറ്റി. പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ഉം, അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അപ്പൊ അയാള് ഉം, എന്നോട് ഒരു റിക്വസ്റ്റ് ചെയ്തു, അയാൾക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യണം. ഞാനിപ്പം ഉം, പുറത്തിറങ്ങിയിട്ട് ഞാൻ ഈ പറയുന്ന ഉം, ലോക കേരള സഭ എന്നൊക്കെ അന്നത്തെ വെർഷനിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, ഇവിടുത്തെ മലയാളി സമാജം, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ബന്ധപ്പെടുമ്പോൾ അവരെന്നോട് പറഞ്ഞത് ഞങ്ങൾ ഈ ഡെഡ് ബോഡി കയറ്റി അയക്കുന്ന പോലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, ഈ രീതിയിലുള്ള ഓ. കാര്യങ്ങൾ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഉം, ഈ ഉം, ഡെഡ് ബോഡി കയറ്റി അയക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ചാരിറ്റി എന്നാണ് ആൾക്കാർ കരുതിയിരുന്നത്. അപ്പൊ അതിൽ നിന്ന്, ഉം, ഉം, പക്ഷെ അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് ഞാൻ അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹം പുറത്ത് വരികയും ചെയ്തു. അയാൾ ഇപ്പൊ നാട്ടിലാണ് ഉള്ളത്. ഉം, അപ്പൊ അതിനെക്കുറിച്ച് ഉം, വളരെ ഉം, വലിയ കഥ പറയാനുണ്ട്. പക്ഷെ അതല്ല ഞാൻ ഉം, പറഞ്ഞത്. അന്ന് ഈ വയലാർ രവി ആയിരുന്നു വിദേശകാര്യമന്ത്രി, പ്രവാസി കാര്യമന്ത്രി. അന്ന് നമുക്ക് ഉം, 2 മന്ത്രിമാരുണ്ട്. ഉം, വിദേശകാര്യമന്ത്രിയായിട്ട് ഇ അഹമ്മദ് ഉണ്ട്, പ്രവാസി കാര്യമന്ത്രിയായിട്ട് വയലാർ രവി ഉണ്ട്. അങ്ങനെ 2 ഉം, വകുപ്പുണ്ടായിട്ട് പോലും അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഒരു സഹായവും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഉം, ഉം, അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് സുഷമ സ്വരാജിന് ശേഷം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ എംബസിയിൽ ഒരാൾ ഒരു വർക്കർ പരാതി പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ ഉം, മനസ്സിലാക്കിയിട്ട്, അവന്റെ കയ്യിൽ പൈസ ഇല്ല, അവന്റെ ശമ്പളത്തിനെ കുറിച്ച് എന്തെങ്കിലും പരാതി പറയാനാണ് വരുന്നതെങ്കിൽ അവൻ ആദ്യം ഭക്ഷണം ഉം, വാങ്ങിക്കൊടുത്ത് അവന്റെ ഉം, ചെലവിനുള്ള പണം കൊടുത്തതിന് ശേഷം മാത്രം അവന്റെ പരാതി കേൾക്കണമെന്ന് അങ്ങനെയാണ് ഇന്ത്യൻ എംബസിയിൽ അംബാസിഡർ അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഉം, മനസ്സിലാകുന്നത്. അപ്പൊ ആ ഉം, രീതിയിലുള്ള ഉം, ഒരു സഹകരണം ഇപ്പോഴത്തെ ഉം, കാലത്ത് ഇന്ത്യൻ എംബസിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് നരേന്ദ്രമോദി വന്നതിന് ഉം. ശേഷം ഉണ്ടായ മാറ്റമാണ്. ഇപ്പൊ ഇന്നലെ അല്ല, തന്നെ ഇപ്പം പണ്ട് പറഞ്ഞില്ലേ ഈ ഈ ഒരു ഡെഡ് ബോഡി കയറ്റി വിടാനാണെന്ന് പറയുമെങ്കിലും ഡെഡ് ബോഡി പോലും കൃത്യമായിട്ട് എത്താത്ത ഒരു സാഹചര്യവും പണ്ടുണ്ടായിരുന്നു. അല്ല, എനിക്ക് അതാ ഓർമ്മയുണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. ഡെഡ് ബോഡി പോലും ഇവിടെയുള്ള പല ആൾക്കാരും എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഗവൺമെന്റ് ഇടപെട്ട് ഡെഡ് ബോഡി വളരെ കൃത്യമായിട്ട് എത്തിക്കാതിരുന്നത് കൊണ്ടാണ് ചില ഉം, വ്യക്തികൾക്ക് ഈ ശവപ്പെട്ടി കയറ്റിവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രവാസി ഭാരത സമ്മാനം കിട്ടണം എന്നുള്ള രീതിയിലേക്ക് വരാൻ കാരണം വെച്ചാൽ ഡെഡ് ബോഡി കയറ്റിവിടുന്നത് പോലും വലിയൊരു ഒരു കടമ്പയായിരുന്നു. അപ്പൊ അതിൽ ഉം, ഉം, ഉം. ഇടപെട്ട് അങ്ങനെ ആൾക്കാരെ സഹായിക്കുന്നത് ഒരു വലിയ സംഭവമായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പക്ഷെ ഇവിടെ അന്നത്തെ 24 മണിക്കൂർ കാലത്തൊന്നും ചേട്ടാ, ടു ബി ഫ്രാങ്ക് ഒരു കാര്യം പറയാം, അന്നത്തെ കാലത്തൊന്നും ഇവിടെ ഉള്ള ഒരു മന്ത്രിമാർക്കും
അങ്ങോട്ടേക്ക് കയറിപ്പോയി പ്രവാസികളുടെ ഒന്നും പഠിക്കണമെന്നില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ വീണ ജോർജ് ഒക്കെ കുവൈറ്റിലേക്ക് കയറി പോകാനായിട്ട് താറുടുത്ത് ഇവിടെ സമരം ചെയ്യുകയാണ് വന്നിരുന്നത് നെടുമ്പാശ്ശേരിയിൽ. പക്ഷെ അന്നത്തെ കാലത്ത് അതെ ഒരു അതെ. എൽ ഡി എഫിനും പോകണ്ട, യു ഡി എഫിനും പോകണ്ട, യു പി ഐക്കും പോകണ്ട. അന്ന് ഒരു ആ. കാര്യമില്ല. പക്ഷെ ഇന്നത്തെ കാലത്താണ് ഇവർ ഇത്രയൊക്കെയുള്ള പൊളിറ്റിക്കൽ ഡ്രാമാസ് ഇറക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അത് പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ ആക്റ്റീവ് ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഉം. ഇവിടുന്ന് വീണ ജോർജ് വളരെ പെട്ടെന്ന് ഇടപെടുന്നു. ഇവിടുന്ന് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് എന്താണ് ഉം. അവർക്ക് ചെയ്യാൻ പറ്റുക? കൂടിപ്പോയ ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെ കാണും, സംഭവ സ്ഥലം സന്ദർശിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതിൽ കൂടുതൽ അവർക്കൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. തോന്നുന്നില്ല സംഭവ സ്ഥലം സന്ദർശിക്കും. എനിക്ക് തോന്നുന്നത് അവരും ഇവിടെ നിന്ന് കയറി പോകുന്ന, കുവൈറ്റിലേക്ക് കയറി പോകുന്ന ഒരു ഫോട്ടോ എടുക്കും, അവിടെ ഇറങ്ങുന്ന ഒരു ഫോട്ടോ എടുക്കും, കൂടി പോയ ആ ബിൽഡിങ്ങിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കും. അവർക്ക് അവിടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന അത്രയും പ്രവർത്തനം അതിന്റെ 10-1 ചെയ്യാൻ പറ്റും ഇല്ല, എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്യാൻ പറ്റില്ല അവർക്കൊന്നും. ഞാൻ പറഞ്ഞത്, അവർക്ക് ഇപ്പൊ ഇന്നത്തെ കാലം സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട്, ഇപ്പൊ ഒരാൾ ഷാജിമാരും മറ്റു ആൾക്കാരെ കൊണ്ടായത് കൊണ്ട് അവരുടെ ഓൺലൈൻ മാധ്യമങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന. ഇപ്പൊ വീണ ജോർജ് വരുന്നു, ഏകോപിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ 2015 യമനില് ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഉമ്മൻചാണ്ടി ഡൽഹി പോയിരുന്ന് ഏകോപിപ്പിച്ചിട്ടാണ് ISSന്റെ ആങ്ങളമാർ നഴ്സുമാരെ വിട്ടയച്ചത്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സുഷമ സ്വരാജും അജിത് ഡോവലും നരേന്ദ്രമോദി ഇടപെട്ടിട്ടാണ് ISISന്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് യമനിൽ നിന്ന്, ഇറാഖിൽ നിന്ന് അന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നത്, ഒരു നഴ്സുമാരെ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ ISSന്റെ ആങ്ങളമാർ അവരെ ഉപദ്രവിച്ചില്ല, അവരെ വിട്ടയച്ചു. അതിന് ഉമ്മൻചാണ്ടി ഇടപെട്ടു എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ മലയാളത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി ചെയ്ത ആകെപ്പാടെ ജോലി എന്ന് പറഞ്ഞാൽ പരിഭാഷന്റെ ജോലിയാണ്. അന്ന് മുഖ്യമന്ത്രിയാണല്ലോ, അദ്ദേഹത്തിന് ഒരു ഇൻവോൾവ്മെന്റ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരുന്നത്. പക്ഷെ അതിനെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട 2015 പോലും സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ സമയത്ത് പോലും. അപ്പൊ ഇപ്പോഴും വീണ ജോർജ് അവിടെ പോയിട്ട്, വീണ ജോർജ് അവിടെ പോകുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു, ഒന്ന് കരഞ്ഞു കാണിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, നോക്കുന്നു. അപ്പൊ എന്നിട്ട് എല്ലാം ഏകോപിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടത് മലയാളികളാണല്ലോ. അതാണ് ഞാൻ പറയുന്നത്, ആ സമയത്താണ് ലോക കേരള സഭ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ലോക കേരള സഭ പോലെ ഒരു ദൂർത്തടിച്ച ഒരു കാര്യം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വ്യവസായികളുടെ കാര്യങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാൻ വേണ്ടി മാത്രമാണ്. മനസ്സിലായോ? അവർക്ക് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യവസായികളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും എന്തെങ്കിലും സംസ്ഥാന സർക്കാർ കൊണ്ട് പ്രഷർ ചെയ്യിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുക. പകരം ഈ വ്യവസായികളുടെ കൂട്ടായ്മയിൽ നിന്ന് കുറെ പണം സർക്കാരിന് കിട്ടുക. ഇത് മാത്രമാണ് ലോക കേരള സഭ കൊണ്ട് ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രവാസികൾക്ക് അർഹതപ്പെട്ട ഒരു കാര്യങ്ങളും, ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പൊ ഈ പറയുന്ന 90% വരുന്ന സാധാരണക്കാരായിട്ട് ജോലി ചെയ്യുന്ന ഗൾഫ് ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഇവിടുത്തെ യഥാർത്ഥ നിയമങ്ങൾ പോലും വ്യക്തമായിട്ട് അറിയില്ല. സത്യം പറഞ്ഞാൽ അവർക്ക് ഗ്രാറ്റുവിറ്റി എത്രയാണ് കിട്ടേണ്ടത്, ലീവ് സാലറി അർഹതപ്പെട്ടത് എങ്ങനെയാണ്, എയർ ടിക്കറ്റ് എങ്ങനെയാണ് അർഹതപ്പെടുന്നത്, ഈ നിയമങ്ങൾ പോലും അവർക്ക് അറിയില്ല. പല ഇന്ത്യൻ മുതലാളിമാരും ഇവരെ പറ്റിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ പല വലിയ വലിയ വൻകിട ഇന്ത്യൻ വ്യവസായിമാരുണ്ട്. അവരൊക്കെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നാട്ടിൽ വന്നിട്ട് ചെയ്യാറുണ്ട്. അവരെ സഹായിക്കുന്നു, ഇവരെ സഹായിക്കുന്നു, കല്യാണം കഴിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന, ഇവരെ ഈ നിലയിൽ എത്തിച്ച അവരുടെ സ്വന്തം തൊഴിലാളികളെ അവര് ഒരു രീതിയിലും പരിഗണിക്കാറില്ല. അവർക്കൊക്കെ ലഭിക്കുന്ന സാലറി പ്രത്യേകിച്ച് അന്വേഷിച്ച് നോക്കണം. എല്ലാ ഈ പറയുന്ന വൻകിട വ്യവസായികൾ, വലിയ വലിയ മഹാന്മാരാന്ന് പറയുന്ന വൻകിട വ്യവസായികളുടെ കൂടെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ജോലിക്കാരുടെ ശമ്പളം നോക്കണം. വളരെ തുച്ഛമായ ശമ്പളമാണ്. നമ്മുടെ നാട്ടിലെ ശമ്പളമായിട്ട് താരതമ്യം ചോദിച്ചാൽ അത്രയും ശമ്പളം പോലും കിട്ടാത്ത ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒരു ഗൾഫുകാരൻ എന്നുള്ള പേരിൽ മാത്രം ഇവിടെ ജോലി ചെയ്യുന്നേ ഉള്ളൂ. അവർക്ക് വളരെ തുച്ഛമായ ശമ്പളമാണ്. നമ്മുടെ 25,000 രൂപ 30,000 രൂപ മാത്രമാണ് ഈ ഇൻഷർട്ടൊക്കെ ചെയ്ത് പല വലിയ വലിയ സ്ഥാപനങ്ങളിലും വൻകിട മലയാളി വ്യവസായികളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാസത്തിൽ കിട്ടുന്നത്. മനസ്സിലായി? അവരുടെ അക്കൗണ്ട് തന്നെയാണ്. സത്യം പറഞ്ഞാല് ഗൾഫ് നഗരങ്ങളിൽ ആടുജീവിതം നയിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം മലയാളി പ്രവാസികളും എന്ന് പറയേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഗ്രാമങ്ങളിൽ ആടുജീവിതം ഒരു പരിധി വരെ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം. ഈ കാലഘട്ടത്തിനനുസരിച്ച് ആരും അങ്ങനെയുള്ള ജോലികൾ ഇപ്പം മലയാളി ചെയ്യാറില്ല. ഇപ്പൊ എല്ലാവരും ഈ പറഞ്ഞ വൈറ്റ് കോളർ പ്രൊഫമാണല്ലോ മലയാളിക്ക്. അപ്പം ഇൻഷർട്ട് ചെയ്യുന്ന ജോലി ആയിരിക്കണം, സെയിൽസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷോപ്പിൽ നിൽക്കുന്നതോ സെയിൽസ്മാൻ. ഇപ്പൊ ഇന്നലെ തന്നെ അപകടത്തിൽപ്പെട്ട ആളുകളെല്ലാം ഈ NBTC എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗമാണെങ്കിൽ പോലും ഹൈവേ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ അവർക്കുണ്ട് കുവൈറ്റിൽ. അതിന്റെ ജോലിക്കാരാണ് ഇന്നലെ കൂടുതൽ അപകടത്തിൽപ്പെട്ടത്. അപ്പൊ ഇന്നലെ തന്നെ അപകടത്തിൽപ്പെട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വലിയ ചൂടാണ് ഗൾഫിൽ. അപ്പൊ ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പരമാവധി ഉച്ചയ്ക്ക് 3 മണിക്കൂർ റെസ്റ്റ് കൊടുക്കും പബ്ലിക് ജോലിക്ക്, പുറത്ത് ചെയ്യുന്ന ജോലിക്ക്. ഈ മറ്റ് സ്ഥാപനങ്ങളിൽ കുവൈറ്റിലെ നിയമം എന്ന് പറയുന്നത് രാത്രി 2 മണി മുതൽ രാവിലെ 11 മണി വരെയാണ് ഇപ്പൊ ഡ്യൂട്ടി. മനസ്സിലായോ? രാത്രി 2 മണി മുതൽ രാവിലെ 11 മണി വരെ ഡ്യൂട്ടി. അപ്പൊ അത് കാരണം ഈ അപകടം ഉണ്ടാകുന്നത് രാവിലെ 6 മണിക്കാണ്. ജൂൺ 12 രാവിലെ 6 മണിക്കാണ്. അപ്പൊ 11 മണിക്ക് ശേഷമായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ആ ക്യാമ്പിൽ ഉണ്ടാവുമായിരുന്നു. ഇതിൽ കൂടുതൽ ആളുകൾ മരണപ്പെടുമായിരുന്നു. കാരണം ഇതാരും തീപിടിച്ചല്ല മരിച്ചത്. ഈ താഴെ നിന്നുണ്ടായ തീപിടുത്തത്തിന്റെ പുക ശ്വസിച്ചിട്ടാണ് ആൾക്കാർ മരിച്ചത്. പലരും ഉറക്കം രാവിലെ 6 മണിക്ക്.
ഉം. പിന്നെ കുറെ ആൾക്കാർ ബിൽഡിങ്ങിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ വേണ്ടി തീ പിടിച്ചെന്ന് പറഞ്ഞിട്ട് പേടിച്ച് ചാടി വീണ് മരിച്ച ആൾക്കാരുമാണ്. അല്ലാതെ കത്തിയല്ല ആൾക്കാർ മരിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഉം. അവിടെ പെട്ടെന്ന് ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും എക്യുപ്മെന്റ്സ് ഉണ്ടായതുകൊണ്ടും ഈ നിയമം ഗൾഫിലായതുകൊണ്ടും വളരെ പെട്ടെന്ന് തീ അണയ്ക്കും. ഉം. പക്ഷെ എന്നാലും പുക ഭയങ്കര ഉം. പ്രശ്നമായിരിക്കും. ആ പുക ശ്വസിച്ചിട്ടാണ് പല ആളുകളും മരണപ്പെട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ ഒരു നമ്പർ കുറയാൻ കാരണം ഈ സത്യം 2 പറഞ്ഞാല് മണി മുതൽ 11 ചേട്ടാ, അതിന്റെ ഒരു ഭീകരത ഞാൻ വായിച്ചത്, ഈ പുക ശ്വസിച്ച് മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തേനീച്ചക്കൂട്ടിലൊക്കെ ഈ പുക വയ്ക്കില്ലേ തേനെടുക്കാനൊക്കെ, അപ്പൊ അതുപോലെ അതെ ഒരു അതെ അതെ ബിൽഡിങ്ങിനകത്ത് മുഴുവനായിട്ട് പുക നിറഞ്ഞ് ശ്വാസം കിട്ടാതെ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണല്ലേ അത്. അതെ അതെ അതാ ഞാൻ പറഞ്ഞത്. അത് ഈ 2 മണി മുതൽ 11 മണി വരെ ജോലി സമയം ആയതുകൊണ്ട് അവിടെ ഉള്ള ഉം. ആളുകളുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ട് ഉം. മാത്രമാണ് ഈ അപകടം ഇത്രയും കുറഞ്ഞത്. ഇല്ലെങ്കിൽ ഇത് കൂടുതൽ ഉം. പേർ മരിക്കുമായിരുന്നു. അതാണ് ഏറ്റവും ഉം. സാധാരണ അതില് എണ്ണം കുറഞ്ഞത് ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ സമയം ആയതുകൊണ്ട്. സാധാരണ ഉം. സമയമാണെങ്കിൽ ഇപ്പൊ ജൂൺ ജൂലൈ ഓഗസ്റ്റ് അല്ലാത്തൊരു സമയമാണെങ്കിൽ 6 മണിക്കാണെങ്കിൽ എല്ലാ ആളുകളും ആ ക്യാമ്പിൽ ഉണ്ടായിരിക്കും. ഉം. 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 എന്ത് മനസ്സിലായോ? അപ്പൊ ജൂൺ തന്നെയായിരുന്നാലും ജൂലൈ ആഗസ്റ്റ് അതെ അതെ, എന്ത് തന്നെയായിരുന്നാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ. പറ്റുമെങ്കിൽ വീണ ജോർജിനോട് ഒരു അപേക്ഷയുണ്ട്. അതായത് ഈ വീഡിയോ വീണ ജോർജ് കാണുകയാണെങ്കിൽ പ്രവാസികളുടെ ഇത്തരത്തിലുള്ള, ഇവിടെ അഡ്രസ് ചെയ്യപ്പെട്ട ഇത്തരത്തിലുള്ള എന്താ എന്താ പറയാ, ഇത്തരത്തിലുള്ള അവരുടെ ആ വിഷമതകൾക്കൊക്കെ ഒരു പരിഹാരം വീണ ജോർജിനെ കൊണ്ട് കാണാൻ സാധിക്കട്ടെ. അല്ലാതെ പ്രവാസികൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ ഓടിച്ചെല്ലുന്ന ഒരു മന്ത്രിയായി വീണ ജോർജ് അവിടെ എത്താതിരിക്കാൻ. പറഞ്ഞോ പറഞ്ഞോ കേട്ടോ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. വീണ ജോർജിനോട് പറഞ്ഞോ. പറയാനാണ്, സത്യം പറഞ്ഞാൽ വീണ ആ. ജോർജിന്റെ ഉത്തരവാദിത്തമല്ല പ്രവാസികളെ രക്ഷിക്കേണ്ടത്. അത് ഇന്ത്യ ഗവൺമെന്റ് ഉം. ചെയ്തോളൂ. ഇന്നലെ സുരേഷ് ഗോപി തന്നെ പറഞ്ഞല്ലോ, അതെ. ഇന്ത്യക്ക് ഉം. പുറത്തു പോയി കഴിഞ്ഞാൽ അവർ ഭാരതീയരാണ്. അതിൽ ഉം. മലയാളിക്ക് പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അതെ. മതത്തിന്റെ പേരിൽ ചില പരിഗണന കിട്ടിയേക്കാം, അല്ലാതെ ഉം. ഉം. സംസ്ഥാനത്തിന്റെ ഉം. പേരിലോ ഭാഷയുടെ പേരിലോ ഇവിടെ ഒരു പരിഗണനയും കിട്ടാറില്ല. ഞാൻ പറഞ്ഞത്, ഉം. ഇപ്പോൾ കുവൈറ്റ് പോലുള്ള ഇത്രയും വലിയൊരു ബിൽഡിങ്ങിൽ അപകടം ഉണ്ടായതിനേക്കാൾ വലിയ അപകടം നാട്ടിൽ ഉം. കാത്തിരിക്കുന്നുണ്ട്. പെരുമ്പാവൂർ പോലുള്ള ഉം. ഉം. സ്ഥലങ്ങളിൽ നാട്ടിലെ കൺസ്ട്രക്ഷൻ ഉം. കമ്പനികളിൽ ജോലി ചെയ്യുന്ന ബംഗാളികളെ നമ്മൾ ഓമനപ്പേര് വിളിക്കുന്ന ബീഹാറികൾ, ഉം. ഒഡീഷക്കാരൊക്കെ ആൾക്കാരുണ്ട്. ഉം. അവർക്ക് അപകടം ഉണ്ടാകാതെ നോക്കുകയാണ് ഈ ഈ വീണ ജോർജ് ചെയ്യേണ്ടത്. ജോർജ്. കാരണം ഇതിനേക്കാൾ വലിയ അപകടം. കാരണം ഒരു രീതിയിലുള്ള ഇൻസ്പെക്ഷനോ ഒരു രീതിയിലുള്ള കാര്യങ്ങളില്ലാതെ അവരെല്ലാവരും അവരവരുടെ റൂമുകളിൽ കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. ഇവരൊന്നും കുക്ക് ചെയ്യാത്ത അതെ സ്ഥാപനത്തിലാണ് ഈ അപകടം ഉണ്ടായത്. ഇപ്പൊ വളരെ അതെ അതെ ചെറിയ അതെ. ടെന്റ് പോലുള്ള ക്യാമ്പുകളിൽ തടിപ്പെട്ടിക്കകത്ത് വെച്ചിട്ട് അവിടെ വിറക് ഉപയോഗിച്ച് കത്തിച്ചിട്ടാണ്, ഗ്യാസ് പോലും അല്ല, വിറക് ഉപയോഗിച്ച് കത്തിച്ചിട്ടാണ് ഈ ചെറിയ ചെറിയ ക്യാമ്പുകളിൽ ഉം. ഈ ബംഗാളികൾ ജീവിക്കുന്നത്. ആദ്യം അവരുടെ സുരക്ഷ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് വീണ ഉറപ്പുവരുത്താനെങ്കിലും ജോർജിനോട് എനിക്ക് വീണ പറയാനുള്ളത്. ജോർജ് ഉറപ്പുവരുത്താനെങ്കിലും വീണ ജോർജ് ശ്രമിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞത് പ്രവാസി ലോകത്തുള്ള ജനങ്ങൾക്ക് അവർ കേരളത്തിൽ എത്തുമ്പോ എങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും, അത് ഇപ്പൊ സുരേഷ് ഗോപിയെ പോലെ ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, പുള്ളിയെ അറിയിക്കാനും, അത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും, കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒന്നും പെടാതിരിക്കില്ല എങ്കിലും നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും കാര്യപ്പെടുത്താനും ശ്രമിച്ചാൽ അതും വളരെ ഉപകാരമായിരിക്കും. അല്ലാതെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ചാടി വീഴുന്ന ഈ സ്വഭാവം അത് വലിയ രീതിയിലുള്ള വിഷമം എല്ലാവർക്കും ഉണ്ടാക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ചേട്ടാ, വളരെ സന്തോഷം. അടുത്തൊരു ചർച്ചയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.